പി വി അൻവർ മാധ്യമങ്ങളെ കാണുന്നു. പാർട്ടി പ്രവേശനമായിരിക്കാം. അല്ലെ, ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമോ, BSPയുടെ ഭാഗമാകുമോ, SP-യുടെ ഭാഗമാകുമോ അറിയില്ല. എന്തായാലും കേൾക്കാം. മറ്റൊരു കാര്യം, സ്വാഭാവികമായിട്ടും തൂങ്ങി മരണങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ കണ്ടിട്ടുള്ളത്, ഈ തൂങ്ങിക്കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം ഉണ്ടാവും. ഇന്ന് വരെ നമ്മൾ കണ്ടതിലും കേട്ടതിലും അറിഞ്ഞതിലും അങ്ങനെയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. യൂറിനറി ബ്ലാഡറൊക്കെ എംറ്റി ആണെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണ്ടർവെയർസിൽ അത് കാണേണ്ടത് റിപ്പോർട്ട് ചെയ്യണ്ടേ? അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൽ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ആളുകളെ ഫൂളാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ, കാരണം ഇതൊന്നും വിശദീകരിക്കപ്പെടാതെ പെട്ടുപോയത്. കാരണം ഹാങ്ങിങ് ആണ് എന്ന് ഇവർ റിപ്പോർട്ട് ചെയ്തു എന്നതിലാണ് ഇന്നലെയൊക്കെ പത്രവാർത്തകൾ വന്നത്. ആരും വിശദമായിട്ട് ഈ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ലാസ്റ്റിൽ സി അതർ ഫൈൻഡിങ്സ്, സ്ക്ലാപ്പ്, സ്കൾ ആൻഡ് ഡ്യൂറ വേർ ഇൻടാക്ട്, ബ്രെയിൻ വെയ്ഡ് 1,250 grams and was normal, ribs and chest wall were intact, the upper lobe of left lung was adherent to chest wall, no free liquid was present in the chest cavities. സ്വാഭാവികമായിട്ടും ഈ ചെസ്റ്റിലൊക്കെ നീര് വരും. നമ്മൾ കണ്ടെടുത്തോളം ഒരു പ്രശ്നമില്ല, എല്ലാം ഇൻടാക്റ്റാണ്. എയർ പാസേജ് വാസ് നോർമൽ. സ്വാഭാവികമായും നമ്മുടെ ശ്വാസം മുട്ടിയാണല്ലോ മരിക്കുന്നത്. ഈ പറയുന്ന പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എയർ പാസേജ് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ അത് ബ്ലാസ്റ്റ് ആവും. അതൊക്കെ നോർമലാണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്സ് വേർ വെയ്ഡ് 320 grams and 300 grams respectively and were congested. Heart weight 260 grams. Walls, chambers of the heart were normal. ഒരാൾ ശ്വാസം മുട്ടി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് സംബന്ധമായിട്ട് ഹാർട്ടിൻ്റെ വാളിനോ അതിൻ്റെ വാൽവിനോ അതിൻ്റെ ഫ്ലോ ഉള്ള ഏരിയക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. ഇൻറ്റിമ ഓഫ് എറോട്ട ഷോഡ് മൾട്ടിപ്പിൾ, abdominal wall was intact. No free fluid was present in the penetorial cavities. Liver weight 1,100 grams. എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും എന്താണ്? യൂറിനറി ബ്ലാഡർ വാസ് എംറ്റി. എല്ലാം ഇൻടാക്റ്റാണ്, ഒരു കുഴപ്പമില്ല. ഒരു മനുഷ്യൻ ഈ പറയുന്ന 0.5 centimeter ഒരു കാറിൽ തൂങ്ങി മരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഇൻടാക്റ്റാണ്, അണ്ടർവെയർസ് ഇൻടാക്റ്റാണ്. ഈ പറയുന്ന മലമൂത്ര വിസർജനം ഉണ്ടായിട്ടില്ല. ഇത് ക്യാവിറ്റി ഇതാണ്. അതിനൊക്കെ പുറമെ ഇത് പറഞ്ഞിട്ട് ഇതിൽ ഇവരുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, അതാണ് ഹൈക്കോടതി ഇൻക്വസ്റ്റ് റിപ്പോർട്ടും CDയും ഹാജരാക്കണമെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റും പോലീസും സത്യസന്ധമാണെങ്കിൽ ഈ കേസ് പോകുന്ന സമയത്ത് തന്നെ CD ഹാജരാക്കാവുന്നതാണ്, സത്യസന്ധമാണെങ്കിൽ. ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫുൾ റിപ്പോർട്ടാണ് ഇവിടെ ഉള്ളത്. ഈ പറയുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിൽ കൃത്യമായും പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിലയിലും തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവയുടെ മുകൾ ഭാഗം സാധാരണ നിലയിലും ഷെഡി രക്തക്കറയോട് കൂടിയ നിലയിലും കാണുന്നു. ഷെഡിയിൽ ബ്ലഡ് ഉണ്ട്. അത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ എവിടെയും ഒരു പരാമർശിക്കുന്നില്ല. ഇത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമാണ്. ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇതിൽ ചെയ്തിരിക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബ്രെയിന്, ലിവർ, കിഡ്നി തുടങ്ങിയിട്ടുള്ള എല്ലാ അന്തരാവയങ്ങളും എടുത്ത് തൂക്കി രണ്ടാമത് നടത്താൻ വെച്ചു. സ്വാഭാവികമായി ഇങ്ങനത്തെ ഒരു മരണത്തിൽ എന്താണ് ചെയ്യുക? ഇത്രയും ഇഷ്യൂസ് ഉള്ളൊരു മരണമാണ് ADMൻ്റെ ബോഡി. നോർമൽ കേസിലാണെങ്കിൽ പോലും ഇത് സയൻറ്റിഫിക് ടെസ്റ്റിനെ അയക്കും. ഇദ്ദേഹം വല്ല വിഷവും കഴിച്ചിരുന്നോ? ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വല്ല വിഷവും ആരെയും കുത്തിവെച്ചിട്ടുണ്ടോ? മരണകാരണം ഈ ഹാങ്ങിങ് മാത്രമാണോ? അതല്ല വിഷം കൊടുത്ത് വിഷം കുത്തിവെച്ച് അദ്ദേഹത്തെ കൊന്നതിന് ശേഷം തൂക്കി കെട്ടിയതാണോ? ഇതൊരു നോർമൽ ഇൻറ്റോഗ്രേഷനിൽ നടക്കുന്ന കാര്യമാണ്. ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ തൂക്കം കണക്കാക്കിയിരിക്കുക. ആർക്കാ തൂക്കം അറിയേണ്ടത്?
55 കിലോ വെയിറ്റ് അവർ പറയുന്ന ഒരു ബോഡിയിൽ ഒരു ആവറേജ് ഒരു മനുഷ്യനുണ്ടാകുന്ന തൂക്കങ്ങൾ തന്നെയാണിത്. ഈ തൂക്കം അറിയാനല്ലല്ലോ പോസ്റ്റ്മോർട്ടം നടത്തി, ഇദ്ദേഹം എങ്ങനെ മരിച്ചു എന്നറിയാനാണല്ലോ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്. അതാണല്ലോ അതിൻ്റെ ഇൻറ്റൻഷൻ. ആ ഇൻറ്റൻഷൻ ഒരു ഭാഗത്തും കവർ ചെയ്തിട്ടില്ല. തീർത്തും ഈ പറയുന്ന ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം അവരുടെ കുടുംബം അന്നേ അദ്ദേഹം ഒരു നിലക്കും ആത്മഹത്യ ചെയ്യില്ല, ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംസാരവും അന്ന് ഭാര്യയുമായി സംസാരിക്കുമ്പോൾ അവർ സൂചിപ്പിച്ചിട്ട് പോലുള്ള അതുപോലുള്ള ഒരു മാനസിക എന്താ പറയുക വിഷമം പ്രകടിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർ രാത്രിയിൽ പുറപ്പെടുന്നില്ലെങ്കിൽ അവർ വിളിച്ചറിയിക്കേണ്ടതാണ്, അതുണ്ടായിട്ടില്ല. അപ്പം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വൈകായി നടക്കുകയാണ്. അപ്പോൾ ഞാൻ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയുമായിരുന്നു. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൻ്റെ വിഷയം മാത്രമല്ല, അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളോട് ഇൻക്ലൂഡിങ് കുടുംബത്തോടക്കം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, നിയമവിധേയമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും പി ശശി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിക്കുന്നു, പറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു കൊടുത്തു, ഇനി എന്നെക്കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോരുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ളവരോടും കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ വിഷയം വളരെ സീരിയസ് ആയി വരുന്നത്. ഗവൺമെൻറ് ഈ പറയുന്നത് പോലെ പാർട്ടി എന്താ പറഞ്ഞിരുന്നത്? ഞങ്ങളാണ് കുടുംബത്തോടൊപ്പമാണ്. കുടുംബത്തോടൊപ്പമാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു ആവശ്യമാണ്. അവരാകെ ആവശ്യപ്പെടുന്നത് എന്താണ്? SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല, അത് വസ്തുതയല്ല, അതിൻ്റെ ഭാഗമല്ലേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതുകൊണ്ടാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് സത്യസന്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിന് അത് അഗ്രി ചെയ്യാൻ പറ്റാത്തത്? എന്തിനെയാണ് ഗവൺമെൻറ് ഭയപ്പെടുന്നത്? ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഏത് ഏജൻസി ശ്രമിച്ചാലും അതിന് പരിധിയുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇത് ആരംഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് തന്നെ കുടുംബത്തെ കണ്ടപ്പോഴും പത്രക്കാരോടൊക്കെ പറഞ്ഞതാണ്, ഈ വിഷയത്തിൽ കോടതിയിൽ അവർ പോവുകയാണെങ്കിൽ നമ്മൾ MLA എന്ന നിലയ്ക്ക് ഈ കേസിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കക്ഷി ചേരും എന്ന് പറഞ്ഞു. നമ്മൾ കക്ഷി ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെടുത്ത ഡീറ്റെയിൽസുകളിലാണ് ഇത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ലീഗലായിട്ട് കക്ഷി ചേരാൻ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച, ടുമോറോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ അതിന് റിക്വസ്റ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. അതെ അതെ. ഈ പറഞ്ഞനുസരിച്ച് പി ശശി നവീൻ ബാബുവിനെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നു എന്ന് പി ശശി അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു എന്നാണോ? പി ശശിയല്ല, അതെ അതെ. അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് ഇനി അവിടെ കണ്ണൂരിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിന് അന്വേഷണം ഞാനത് പറഞ്ഞിട്ടാണല്ലോ ഞാനന്ന് പ്രസ് കോൺഫറൻസ് നടത്തി റിട്ടേൺ പ്രസ് റിലീസ് കൊടുത്തു. അതിനെതിരെയാണല്ലോ ഇപ്പോൾ എനിക്ക് കേസ് കൊടുത്തിട്ടുള്ളത്.